സോ അത് ശ്രമിച്ചിട്ട് യു ഗെറ്റ് ദാറ്റ് സ്റ്റൈൽ ബേസിക്കലി. ചിലപ്പോൾ വെണ്ണിലവേ വെണ്ണിലവേ എന്ന് പാടിയിട്ട് അടുത്ത വരിയില്ലേ ഇന്ദൻ ഭൂലോകത്തിൽ, അപ്പം ഞങ്ങളത് എന്താ പറയുക, ഞങ്ങൾ അതിൻ്റെ കൂടെ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആ സാധനത്തിൻ്റെ കൂടെ നമ്മളും വരുന്നുണ്ട്. അത് മ്യൂസിക് പഠിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ. അത് ഭയങ്കര ഒരു ഇതല്ലേ അത്. വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണை താണ്ടി വരുവായാ വിളയാട ജോഡി தேவை இந்த ഭൂലോകത്തിൽ யாரும் பார்க்கும். ഭൂലോകം is so big, no? അതെ അതെ. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா விளையாட ஜோடி தேவை. ഡിഫറെൻ്റ് ആയില്ല? ഓ അത് കേൾക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇംപ്രവൈസേഷനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം ശരിക്കും അറിയേണ്ടതുണ്ട്. ഇംപ്രവൈസേഷനെ എങ്ങനെയാണ് നോക്കിയത്? ഇംപ്രവൈസേഷൻ ഈസ് ഒരു ഫേസ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ വിമൻസ് ഫേസ്. അതൊക്കെ യു പുട്ട് എ ബിന്ദി, യു പുട്ട് എ തോട്, സംടൈംസ് യു ജസ്റ്റ് പുട്ട് വൺ സ്ട്രിങ് ഓഫ് ജ്വല്ലറി ഇൻ ദ നെക്ക്. അതാണ് ഇംപ്രവൈസേഷൻസ്. മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ബട്ട് കീപ് ദ സോൾ ദ സെയിം. ആളെ ചേഞ്ച് பண்ணக்கூடாது. You have to give accessories to it basically. That is improvisation. റിയാലിറ്റി ഷോസിലൊക്കെ പോയിരിക്കുന്ന സമയത്ത്, സാർ ജഡ്ജാവുന്ന സമയത്തൊക്കെ അവിടെ ഒരു ടിപ്പിക്കൽ സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ടാണ്. അവിടെ കാണുന്ന മ്യൂസിക്കിനോടുള്ള സാറിൻ്റെ സമീപനം എന്താണ്, അപ്രോച്ച് എന്താണ്? Reality show is good. The new generation are very smart, very intelligent, very fast, good memory, എല്ലാം ഉണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് പാടുന്നത് ഒന്ന്, ഒരു പുതിയ പാട്ട് എടുത്ത് പാടുന്ന ഡിഫറെൻറ്റ് ടാലൻ്റാണ്. അത് ചെയ്യാൻ യു ഹാവ് ടു ലേൺ മ്യൂസിക്. കാരണം ഒരു പാട്ട് കേട്ടാലേ ഇഫ് യു ഹവ് സ്റ്റഡീഡ് മ്യൂസിക് അതോട് അപ്രോച്ച് ചെയ്യത് ഡിഫറെൻ്റാണ്. ബിക്കോസ് all music directors cannot give you all the nuances of the song. Correct. Some music director can sing, some will teach and tell you, someone will give you an idea of the tune. ഇപ്പടിയാണ് ചൊല്ലിട്ട് understand that and make it and sing it. You need that machinery. അത് സംഗീതം പഠിച്ചാൽ it is good for you. My basic advice to all the kids is എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് തീർച്ചയായിട്ടും പഠിക്കണം. തറോ ആയിരിക്കണം. ഇറ്റ് ബിക്കോസ് ഇറ്റ് മേക്സ് ലൈഫ് ഈസിയർ. ഇപ്പം നമുക്ക് ഒരു പോയറ്റ് എപ്പിടിയാകും, യു നീഡ് കമാൻഡ് ഓഫ് ദ ലാംഗ്വേജ് അല്ലേ? ദെൻ യു ഹാവ് സോ മെനി വേർഡ്സ് യു ക്യാൻ റൈറ്റ് പോയിട്രി. അതുപോലെ സംഗീതത്തിക്ക് പഠിച്ചാൽ തൊണ്ട പേശും. യു വിൽ റിയലൈസ് വാട്ട് ടു ഡു ചൊല്ലിട്ട്. That is very important. That is my advice. Otherwise, the young generation are very good, very, very talented. ഈ പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് ശരിക്കും പറയാൻ വേണ്ടിയിട്ടാണോ പാട്ട് മ്യൂസിക് ആവശ്യം വരുന്നത്, അതേ മ്യൂസിക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ലൈറ്റ് മ്യൂസിക് ഇല്ലേ, ശബ്ദം പ്രൈമറിയാണ്. ശബ്ദത്തെ കൊണ്ട് യു ക്യാൻ ഗിവ് കളറിങ് ടു ഇറ്റ്. ബട്ട് ശബ്ദം ക്ലിയർ ആയിട്ട് ഇരിക്കണം. വെണ്ണിലവേ 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 പോയി, വെണ്ണിലവേ പോയി. ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ. എനിത്തിങ് യു സിംഗ്, you're singing a kirtanam or you're singing a pop song or you're singing a classical song, words have to be clear. Shabd pradhan hai music. What light music, what we sing basically. I'm talking of semi-classical, classical light music. Shabdam, it has to clarity, definite വേണം. Because first ആൾക്കാരും ശബ്ദമാണ് കേൾക്കുന്നു. Then they get hooked on to the tune. Or they get hooked on to the tune and then they think of what is both ways. But Shabdam attracts people. മലർകളെ മലർകളെ വെണ്ണിലവേ വെണ്ണിലവേ. പോയട്രി എവിടെ അപ്പോൾ പ്ലേസ് ചെയ്യാം? വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ് വിട്ടു പോരും. സബ്ജക്റ്റ് വിട്ടാൽ എന്ത് ചെയ്യും?
അല്ലേ? അതെ സാറ് ശബ്ദം ഇത്രയും വ്യങ്ങായിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാ? അതിന്റെ രഹസ്യം എന്താ സീക്രട്ട് അതിന്റെ? ബി ഹാപ്പി, ആ ബി ഹാപ്പി ആൻഡ് അതാണ്. ഒരു 55-60 തോന്നിക്കാം മാക്സിമം വയസ്സ്. യു ഹാവ് ടു ടെൽ മീ. ചിലപ്പോൾ 45 തോന്നും. വോയിസ് അല്ല, ഫിസിക്കലി വോയിസ് എനിക്ക് തോന്നുന്നു ചില സമയം 30 കഴിഞ്ഞിട്ടുണ്ട്, ചില സമയം 28, 25 ആ റേഞ്ചാ. ചില സാധനങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സാറിൻ്റെ ഇത് രൂപമായിട്ടൊന്നും പ്രായമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കറക്റ്റ്. അതെങ്ങനെയാ? അത് ഗിഫ്റ്റാണോ? അത് എങ്ങനെയാണത്? ഗിഫ്റ്റാണത്, ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് വേറെ എന്താ ചൊല്ലും. പക്ഷെ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യമാണ്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. സാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഈ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു സിംഗിങ്ങിനെ ഇത്രയും പോപ്പുലർ ആക്കി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും? Basically, you have to feel young at heart. You can be called philosophical basically, but on the age reflect ചെയ്യக்கூடாது. You have to preserve the child in you. ഒരു ഖുഷി, mischievous അതിൽ ഇരിക്കണം இந்த വയസ്സിൽ. You understand? അതെ. You have to keep that child in you basically. Then that keeps you young basically. അടാ എന്തായി അതെ, അത് പോയി എല്ലാം പോയി. So you try to, അത് ആകും definitely. Sometimes also എന്നവാണ് ചൊല്ലിട്ട്. It's that you have to keep yourself. You have to, ഇപ്പോൾ ടുഡേ അല്ലേ, ഇപ്പോൾ മോർണിംഗ് has gone. Don't think about morning. Think about the evening. Think of the future. And with God's grace, your health should also permit that. Very important. അതെ, അത് വേണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. സോ ഐ തിങ്ക് feel happy, feel light, no baggage. Don't carry your life's baggage with you. Leave it. സാർ ഇപ്പോൾ ബോംബെയിൽ ജനിച്ചിട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു രീതികളില്ലെങ്കിൽ നമ്മൾ അൾട്രാ മോഡേൺ ആയിരുന്ന എന്ന് വിചാരിച്ചിരുന്ന സാറിൻ്റെ തലയെ കെട്ട്? അയ്യോ ഒന്നുമില്ല. ഞാൻ എൻ്റെ വെൻ ഐ വാസ് ഇൻ കോളേജ് വി വർ ഗോയിങ് ത്രൂ ദ ഹിപ്പി മൂവ്മെൻറ്റ്. ആ സമയത്ത് നല്ല ഒരു ജീൻസ് വാങ്ങിയിട്ട് ഇവിടെ കീറും ഇവിടെ, ഇവിടെ പൈസ വെക്കും. You got a pocket here. Used to keep money here basically. So അത് ഒരു സ്റ്റൈല്, അപ്പോൾ റഫ് സ്റ്റൈലാണ് ഇപ്പോൾ. സോ ദാറ്റ് വാസ് മൈ ടീനേജ്. സോ അതിരിക്കില്ലേ ഇപ്പോൾ? അതിൻ്റെ തുടർച്ചയായിട്ടാണോ മുടിയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ? No, it is just there. അത് ഇഷ്ടമാണോ സ്റ്റൈലാണോ എന്താണ് അതിൻ്റെ? ഇഷ്ടമാണ്. സ്റ്റൈൽ. I don't do things for others. No, I don't. അത് പോയാണ്. If you do something for others, style and the style. It's you do it. You wear clothes. You do something because you like it. Appo adu it'll suit you. Allada suit agadu. It is as if forced. You're forced basically. രാജാ സാറിന് വേണ്ടിയിട്ട് രാജാ സാറിൻ്റെ ഏതെങ്കിലും ഒരു സാറിന് ഇഷ്ടപ്പെടുന്ന പാട്ടാണ്? എല്ലാ പാട്ടും ഇഷ്ടം. അതല്ല, അങ്ങനെയല്ല, ഒരു പാട്ട് പാടിയാണ് മനസ്സിൽ വരുന്നത് ഇപ്പോൾ. என்னை தாலாட்ட வருவாளோ, நெஞ்சில் பூ மஞ்சம் தருவாளோ, தங்கத்தேராட்டம் வருவாளோ, இல்லையே மாற்றம் தருவாளோ.